നല്ല താളബോധം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എന്ത് വിശേഷം. ഇപ്പൊ പ്രോഗ്രാമിനൊന്നും പോണില്ലേ? 3-4 പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി നടത്തിയിടത്തൊക്കെ കൈയടിയുടെ ബഹളം. അപ്പൊ പ്രോഗ്രാം കഴിയുമ്പോ അടിയാണ് കിട്ടുന്നത്? അയ്യോ, ആരുടെ കാര്യമല്ല പറഞ്ഞത്. പ്രോഗ്രാം നടത്തുന്നത് നാട്ടുകാരെ ക്ലാപ്സ്. ഓ അത് ശരി. ഭീമത്തെ എങ്ങനെ വീശു? ഈ വീശലല്ലേ? അയ്യോ ആ വീശലല്ല, ഈ സ്മാളടി സ്മാള് വീശു. അങ്ങനെയൊന്നുമില്ല. രണ്ടെണ്ണം വീശു. ഓസാണെങ്കിൽ 12 എണ്ണം. 12 എണ്ണോ? നിർബന്ധിച്ച മാത്രം. എടുക്കനാണല്ലോ. നല്ല അസല് സാധനം ഇരിപ്പുണ്ട്. വാ വാ. സ്കോച്ചാണോ? സ്കോച്ചിന്റെ കുപ്പിയില വാറ്റ. അതൊന്നും വേണ്ട. 12 എണ്ണം മതി. ഇനി കുട്ടി പ്രാക്ടീസ് ചെയ്തോണ്ട് ഞാൻ ഇപ്പൊ വരാവേ. എന്തിനാ എന്നെ വിളിച്ചത്? എന്റെ പൊന്നാങ്ങളെ അറിയാതെ ഇന്ന് വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പൊന്നാങ്ങളയുടെ അനുവാദം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത്ര കൂളായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. നാളെ ഞാൻ എന്റെ ചന്ദ്രലേഖയെ കാണാൻ വീട്ടിൽ വരും. എനിക്ക് മനസ്സ് തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്റെ പൊന്നാങ്ങളെ എങ്ങാനും അറിഞ്ഞാ? പൊന്നാങ്ങളെ തട്ടിക്കളയാ. അല്ല, തട്ടിക്കറിയ മട്ടുമാറുന്ന ആളാണെന്ന് പറഞ്ഞായിരുന്നു. എന്നാ ഞാൻ ചെല്ലട്ടെ. എപ്പോ വന്നു? ഞാനോ? ഞാൻ വന്നിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പൊ വന്നേ ഉള്ളെന്ന്. തന്നെ ഞാൻ എന്തിനിവിടെ കൊണ്ടുവന്നു? താൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ? ഇപ്പൊ അകത്തേക്ക് പോയത് അവളല്ലേ? അപ്പൊ അകത്ത് പാടിക്കൊണ്ടിരുന്നത് ആര്? അല്ല, അപ്പൊ പുറത്തേക്ക് പോയത് ആര്? രണ്ടെണ്ണം അകത്ത് എന്നാ പുറത്താര് അകത്താര് ഒരു പിടിയില്ല. അപ്പൊ അകത്ത് ഇതായിരുന്നല്ലേ? സാർ എന്താ ഇതുവരെ സംസാരിച്ചത്? എനിക്കൊരു പുള്ളി മനസ്സിലായില്ല. തനിക്കൊന്നും മനസ്സിലായില്ലേ? എടാ മരത്തറയാ, ഞാൻ പോയിട്ട് വരുമ്പോ താൻ എല്ലാ കാര്യം ശരിയാക്കാൻ പറഞ്ഞിട്ട് പ്രേമിക്കാൻ നടക്കുന്നു. അക്കാര്യം മാത്രം സാർ സംസാരിക്കരുത്. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്ന് വെച്ചാ പ്രേമിക്കുന്ന മനസ്സുകളെ തമ്മിൽ പിരിക്കരുതെന്ന്. അവിവാഹിതനായ സാറിന് എങ്ങനെ പ്രേമത്തിന്റെ ഫീലിംഗ്സ് മനസ്സിലാവാൻ? പ്രേമത്തിന് ഇത്ര വലിയ ഫീലിംഗ്സ് ഉണ്ടോ? പിന്നെ എങ്കിൽ അത് വെച്ചൊരു കളി കളിക്കാം.